നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശക്തമായ സമര പോരാട്ടങ്ങളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന്റെയും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരമാണ് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ഉം കഴിഞ്ഞ കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഔദ്യോഗിക വസതിയായ ലോക് ഭവന് മുന്നിൽ കോൺഗ്രസ് ശക്തമായ ഒരു സമരം സംഘടിപ്പിച്ചു. ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമരം ഇന്ന് രാവിലെ 10 മണിക്കാണ് അവസാനിച്ചത്. ഒരു രാപ്പകൽ സമരമായിരുന്നു കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ആ സമരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തച്ചു തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് എതിരെയായിരുന്നു. എന്തായാലും വലിയ രീതിയിൽ ഒരു വിജയമായിട്ട് ആ സമരം മാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആയിരക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഭേദമന്യേ ഈ സമരത്തിലേക്ക് എത്തുകയും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഒരു രാപ്പകൽ സമരം കോൺഗ്രസ് സംഘടിപ്പിച്ചത്. നമുക്കറിയാം 2004 അന്ന് അധികാരത്തിലെത്തിയ ഒന്നാം UPA സർക്കാർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ആണ് ഈ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയത്. പിന്നീട് അതിനെ മഹാത്മാഗാന്ധിയുടെ പേര് നൽകി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കി മാറ്റുകയും ചെയ്തു. ആ പദ്ധതിയെ ഇല്ലാതാക്കുന്ന, ആ പദ്ധതിയുടെ അന്തസ്സത്ത് തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചില നിയമനിർമ്മാണങ്ങൾ അടുത്തിടെയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കിയത്. അതിനെതിരെയാണ് കേരളത്തിലെ കോൺഗ്രസ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. എന്തായാലും ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് ഈ നീക്കത്തിൽ നിന്നും ഈ നിയമ ഭേദഗതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുന്നതുവരെ ശക്തമായ സമരങ്ങളുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകും, തങ്ങൾ ഈ മുന്നണിയിൽ തന്നെ ഉണ്ടാകും എന്നാണ്. ഈ മാസം 28-ാം തീയതി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ കൂടുതൽ ശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടമായിരിക്കും തങ്ങൾ സംഘടിപ്പിക്കുക. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്ന നീക്കങ്ങൾ അത് അനുവദിക്കില്ല. അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ, നിയമത്തെ തന്നെ ഇല്ലാതാക്കുന്ന നിയമനിർമ്മാണങ്ങൾ, തൊഴിലവകാശങ്ങളെ ഹനിക്കുന്ന നിയമനിർമ്മാണങ്ങൾ അതെല്ലാം പിൻവലിക്കുക എന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യമാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇത്തരമൊരു സമരം സംഘടിപ്പിക്കപ്പെട്ടത്. അക്ഷരാർത്ഥത്തിൽ ലോക് ഭവനെ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ ശക്തമായ ഒരു സമരമായിരുന്നു അത്. കേന്ദ്രത്തിലെ BJP സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ട് മാറി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രാജ്യത്തെ തന്നെ പാവപ്പെട്ട സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരു കൈത്താങ്ങായി മാറിയ UPA സർക്കാരിന്റെ ഒരു വളരെ ജനകീയമായ പദ്ധതിയായിരുന്നു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമപ്രദേശങ്ങളിലെ നാട്ടിൻപുറങ്ങളിലെയൊക്കെ തന്നെ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവർക്ക് ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം സമ്പാദിക്കുന്നതിനെ ഒക്കെ തന്നെ ഉപകരിച്ച ഒരു പദ്ധതിയായിരുന്നു. എന്നാൽ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ, അവരുടെ തൊഴിലിനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ തൊഴിലവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ, തൊഴിലുറപ്പ് ഉറപ്പില്ലാതാക്കുന്ന തരത്തിലുള്ള ചില നിയമനിർമ്മാണങ്ങളാണ് അടുത്തിടയ്ക്ക് നരേന്ദ്രമോദിയുടെ സർക്കാർ നടത്തിയത്. അത് അംഗീകരിക്കില്ല, അത് അനുവദിച്ചു കൊടുക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ ശക്തമായ സമര പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് വരും ദിനങ്ങളിലും കൂടുതൽ ശക്തമായ സമരങ്ങൾക്ക് കോൺഗ്രസ് ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും ഒക്കെ തന്നെ രൂപം നൽകുമെന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇങ്ങനെ ലോക് ഭവന് മുന്നിൽ ശക്തമായ സമരം സംഘടിപ്പിച്ച് മുന്നോട്ട് പോയപ്പോൾ 2 ദിവസം മുൻപാണ് ഈ വിഷയത്തിൽ കേരളത്തിലെ LDF ഭരിക്കുന്ന മുന്നണിയാണ്, CPM നേതൃത്വം നൽകുന്ന മുന്നണി, ഇതിനെതിരെ ഒരു സമരം സംഘടിപ്പിച്ചത്. സാധാരണഗതിയിൽ CPM LDF ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം സംഘടിപ്പിച്ചാൽ അത് ലോക് ഭവന് മുന്നിലാണ് സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ പരിധിവിന് വിപരീതമായിട്ട് LDF-ന്റെ ഈ സമരം നടന്നത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ്. അതിന്റെ കാര്യമാണ് വളരെ രസകരം. അതായത് നിലവിൽ ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ സോൾവ് ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഒരു അയവ് വന്നിരിക്കുന്നു. കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും സർക്കാരും ഗവർണറും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അത് സുപ്രീം കോടതി വരെ പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതിയിൽ നിലനിൽക്കെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഒരു സംഭാഷണം നടത്തി, ഒരു ചർച്ച നടത്തി ആ പ്രശ്നം പരിഹരിക്കുകയും 2 സർവകലാശാലകളിലെ VC-മാരെ പങ്കിട്ടെടുത്തുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തത്. അങ്ങനെ മുഖ്യമന്ത്രിയും ഗവർണറും ഒരു
പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഭായി എന്ന നിലയിൽ പോകുകയാണ്. അതിനിടയ്ക്ക് ഗവർണറുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഒരു സമരം നടത്തി പ്രശ്നം കൂടുതൽ വഷളാക്കേണ്ട, ഗവർണറെ പിണക്കേണ്ട എന്ന് കരുതിയാണ് ആ സമരവേദി ലോക് ഭവന് മുന്നിൽ നിന്നും പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് മാറ്റിയത്. അന്ന് ഈ പറയുന്നത് പോലെ ആ സമരവേദിയിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. RSSന്റെ ആടയാഭരണങ്ങൾ അണിയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ഒരു പ്രസംഗം നടത്തിയത്. ഓർക്കണം, ഗവർണറെ പിണക്കാതിരിക്കാൻ വേണ്ടി ലോക് ഭവന് മുന്നിൽ നിന്ന് സമരം മാറ്റി പാളയത്ത് കൊണ്ടുപോയ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ RSSന്റെ ആടയാഭരണങ്ങൾ കോൺഗ്രസിനാണ് ചേരുന്നത് എന്ന് പറയുന്നത്. ലേശമെങ്കിലും ഉളുപ്പ് വേണ്ടേ മുഖ്യമന്ത്രി എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഈ പറയുന്നത് പോലെ LDFന്റെ ആ സമരം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമല്ല, മറിച്ച് ഈ പറയുന്നത് പോലെ BJPയെയും RSSനെയും ഒന്നും പിണക്കാതിരിക്കുക എന്നതാണ് അവരെ ലക്ഷ്യമിടുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ സമരം കോൺഗ്രസിന് കൂടുതൽ കരുത്ത് നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാഷ്ട്രീയ ഭേദമന്യേ ആയിരക്കണക്കിന് തൊഴിലാളികളാണ്, സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള തൊഴിലാളികളാണ് ഇന്നലെ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരവേദിയിലേക്ക് എത്തിയത്. മാത്രവുമല്ല, ആ സമരവേദിയിൽ വെച്ചാണ് CPMന്റെ മുൻ MLAയും 3 തവണ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തിയ ഐഷ പോറ്റി വനിതാ നേതാവ് കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചത്. ഇതേ സമരവേദിയിൽ വെച്ചാണ്. KPCC അധ്യക്ഷനാണ് ഐഷ പോറ്റിക്ക് കോൺഗ്രസിന്റെ അംഗത്വം കൊടുക്കുന്നത്. അത്തരത്തിൽ കോൺഗ്രസിന് കൂടുതൽ ഉണർവും ഉന്മേഷവും നൽകുന്ന ഒരു പരിപാടിയായിട്ട് ആ സമരം മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വ്യക്തമായ ഒരു പോരാട്ടമാണ് അവിടെ കോൺഗ്രസ് നടത്തിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള, പ്രത്യേകിച്ചും ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് ഉള്ള ഒരു ശക്തമായ താക്കീതായിട്ട് ആ സമരം മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുന്നത് വരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ശക്തമായിട്ട് രീതിയിൽ മുന്നോട്ട് പോകാൻ, ഒരു ഊർജം സംഭരിക്കാൻ ഈ സമരത്തിലൂടെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാൽ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് കൂടുതൽ ആളുകൾ UDFലേക്ക് വരികയാണ്, കേരളം തന്നെ UDFലേക്ക് അടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസും UDFും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഈ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്കും വലിയ പങ്കുണ്ടാകുമെന്ന് തന്നെ നേതൃത്വം കരുതുന്നു.